കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ഞൊട്ടാഞ്ഞൊടിയൻ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഇതുണ്ട്. ഇത് നമ്മൾ നട്ടു വളർത്തിയേക്കുന്നതാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 ഐറ്റം ഉണ്ട്. ഇതുണ്ടോ, അതുണ്ട്. ഇതാണ് ഇതിൻ്റെ ഞൊട്ടാഞ്ഞൊടിയൻ്റെ പഴം. ശരിക്ക് ഇതുണ്ടോ, ഈ പഴം ഡെയിലി തിന്നാൽ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഒരുപാട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മളിതാ വ്യാപകമായിട്ട് ഇത് നട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിലൊക്കെ കായുണ്ട്. ഇതിനിപ്പം എല്ലാത്തിലും നിറച്ച് കായ ഉണ്ടാവും. നമുക്കിത് 2 വർഷം മുമ്പ് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്ത അന്ന് ഇതിന് മാർക്കറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇതിന് 1 കിലോയ്ക്ക് 3000 രൂപ വരെ മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ലുലു മാളിൽ. ഇത് നമ്മുടെ നാട്ടിൽ ഈ സാധാരണ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു വസ്തുവാണിത്, ഞൊട്ടാഞ്ഞൊടിയൻ. ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ അടുത്ത പ്രാവശ്യം ഇടാം. ഇത് കണ്ടോ, നമ്മളിത് ഇത്രയും ഇതാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 വെറൈറ്റി ഞൊട്ടാഞ്ഞൊടിയനുണ്ട്. ഇതും വലുതും ചെറുതും. ഹൈബ്രിഡ് ഇനം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹൈബ്രിഡ് ഇനം സംഘടിപ്പിച്ച് നടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. മൂന്നാർ വട്ടവട പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കൃഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ ഞാൻ മൂന്നാറെന്ന് പറയും വിത്ത് കൊണ്ടുവന്ന് നട്ടതും കൂടെയാണ്. അന്നേരം ഇതിനിപ്പോൾ ലുലു മാളിൽ 3000 രൂപ വരെ മാർക്കറ്റ് ഉണ്ടെന്നാണ്. പക്ഷേ 1 കിലോ സാധനം ഉണ്ടാകണമെങ്കിൽ ഒരു 1500-2000 കായെങ്കിലും വേണ്ടി വരും 1 കിലോയ്ക്ക്. എങ്കിലും അത്രയും വിലയുള്ള സാധനമാണ്. വിലക്കഴിഞ്ഞും കൂടുതൽ ഗുണമുള്ളതാണ്. ഇനി കളയാമെന്നും കരുതി ആരും പറിച്ച് കളയരുതേ. ഇതിൻ്റെ കാ ഉപയോഗിക്കുക. കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ബുദ്ധി വികസിക്കാൻ ഏറ്റവും നല്ല സാധനമാണെന്നാണ് പറയുന്നത് ഇത്. അതുപോലെ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്.